ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഒന്നാണ് ഓണക്കോടി അല്ലേ. അപ്പോൾ ബംബുവിന് ഓണക്കോടി എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഓണത്തിന് കുറച്ച് ദിവസം മുമ്പേ തന്നെ പോയിരുന്നു. അവൾക്കൊരു പട്ടുപാവാട എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ ചെന്ന് 2-3 പട്ടുപാവാടകളൊക്കെ നോക്കി, 1-2 ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിലേത് സെലക്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതാ വേണ്ടേ? ബംബുവിന് ഏതാ വേണ്ടേ? അത് വേണ്ട, അത് വേണ്ട. ഹായ് പറയുള്ളൂ. ഇത് പറഞ്ഞു ഹായ് പറഞ്ഞു. അവസാനം അനീഷേട്ടനും എനിക്കും കൂടി ഇഷ്ടപ്പെട്ടിട്ട് ഒരു ഗോൾഡനും മെറൂണും കൂടെ ഉള്ളൊരു പട്ടുപാവാട സെലക്ട് ചെയ്തു. അവൾക്ക് പട്ടുപാവാട അപ്പോൾ ഫിക്സായി. ഓണത്തിൻ്റെ ഷോപ്പിംഗ് അല്ല, ഞങ്ങൾ ഉത്രാടത്തിൻ്റെ തലേന്ന് തന്നെ ചെയ്തായിരുന്നു. ഞങ്ങളല്ല കേട്ടോ, അനീഷേട്ടൻ തന്നെ പോയി മേടിച്ചിരുന്നു. പച്ചക്കറികളും പിന്നെ പൂവിടാൻ വേണ്ടിയിട്ട് കുറച്ച് പൂവും മേടിച്ച് വെച്ചിട്ടുണ്ട്. ഹായ്, അപ്പോൾ ഇന്ന് ഉത്രാടമാണ്. ഉത്രാടമായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പണിയാണ്, ഇഷ്ടം പോലെ പണിയുണ്ട്. നാളെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള സദ്യക്കുള്ള എല്ലാ പച്ചക്കറികളും ഇന്ന് തന്നെ അരിഞ്ഞു വെക്കണം. കണ്ടില്ലേ ഒരാളിരിക്കുന്നത് പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട്. ഇത് ഓണക്കോടിയല്ല, ഇത് കഴിഞ്ഞ വർഷം മേടിച്ചല്ല, ഇവരുടെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. 1-2 പ്രാവശ്യം ഇട്ടാണ്. എന്നാലും ഉത്രാടമായിട്ട് ഒരു ഓണത്തിൻ്റെ ഒക്കെ ഒരു ഫീൽ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ബംബുവിനെ പട്ടുപാവാട ഇടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ ഇടാൻ വേണ്ടി വേറെ പട്ടുപാവാടയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇനിയിപ്പോഴത്തെ പണി എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്യണം. വെജിറ്റബിൾസ് എല്ലാം ഇപ്പം തന്നെ കട്ട് ചെയ്ത് വെക്കാൻ പോവാണ്. നമ്മൾ ഒത്തിരി വലിയ സദ്യയൊന്നും ഉണ്ടാക്കുന്നില്ല, എന്നാലും ബംബുവിനെ വെച്ചിട്ടാണെങ്കിലും നമ്മൾ തന്നെ സദ്യ ഉണ്ടാക്കണം എന്നുള്ളതാണ് എപ്പോഴത്തെ ആഗ്രഹം. ബംബു ഉണ്ടായപ്പോഴും അതിന് മുമ്പും ഒക്കെ ഞങ്ങൾ തന്നെയാണ് സദ്യ ഉണ്ടാക്കിയിട്ടുള്ളത്. വലിയൊരു സദ്യയൊന്നും അല്ല, എന്നാലും ഒരു ചെറിയ സദ്യ ഉണ്ടാക്കണം. സാമ്പാർ, അവിയൽ, പരിപ്പ്, തോരൻ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. സദ്യ ഉണ്ടാക്കുന്ന ഫുള്ളും ഞാൻ കാണിക്കുന്നൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഞാൻ കാണിക്കാം എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും ഞാൻ കാണിക്കുന്നൊന്നുമില്ല കേട്ടോ, വെറുതെ ജസ്റ്റ് ഒന്ന് കാണിക്കാവുന്നേ ഉള്ളൂ. കേട്ടില്ലേ, ഈ ബഹളം ഉണ്ടാക്കുന്നതിനെ വെച്ചിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി ഞാൻ ഇവിടെ അറിയാൻ പോകണം. ബംബു ഇതിലേക്ക് ഓടിക്കളിച്ചോണ്ടാണ് പോകണം. ഞാനിവിടെ അവിയലിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പടവലങ്ങ, പയറ്, വെള്ളരിക്ക, ചേന, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞിട്ട് ഞാൻ തലേദിവസം തന്നെ അരിഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് നാളെ അല്ലെങ്കിൽ നല്ല പണിയായിരിക്കും, എല്ലാം കൂടെ നടക്കത്തില്ല. ഇതുപോലെയുള്ള കണ്ടെയ്നറിൽ ഞാൻ ചെറിയ ഓരോ കണ്ടെയ്നേഴ്സിൽ ഞാനിങ്ങനെ അരിഞ്ഞ് ഓരോന്നും എങ്ങനെയാണോ അരിയേണ്ടത് അതുപോലെ അരിഞ്ഞിട്ട് എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ അവിയലിന് കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതിപ്പോൾ പടവലങ്ങ എടുത്തേക്കുന്നത്. അവിയലിനായതുകൊണ്ട് നല്ല നീളത്തിൽ നമ്മൾ അരിയണം. എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഈ സദ്യക്കൊക്കെ നമ്മളെപ്പോഴും പച്ചക്കറികളൊക്കെ അരിയുന്നതിൻ്റെ ആ ഒരു രീതി അനുസരിച്ചിരിക്കും കറിയുടെ ഒരു ഇതെന്നൊക്കെ. ടേസ്റ്റ് മാത്രമല്ല, ടേസ്റ്റിൻ്റെ കാര്യമല്ല കേട്ടോ, എന്നാലും അരിയുന്ന ആ ഒരു കണക്കിനൊക്കെ വലിയ കാര്യമുണ്ടെന്ന് അച്ഛൻ എപ്പോഴും പറയും. എൻ്റെ വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം, അതായത് ഇതുപോലെ വിഷു, ഓണം പോലുള്ള ദിവസങ്ങളിലൊക്കെ അച്ഛൻ തന്നെയാണ് രാവിലെ എഴുന്നേറ്റ് അച്ഛൻ അടുക്കളയിൽ ഇങ്ങനെ അമ്മേൻ്റെ കൂടെ അരിയൽ പരിപാടികളൊക്കെ അച്ഛനായിരിക്കും. അപ്പം അച്ഛൻ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ ഒരു പലക പോലത്തെ സംഭവം ഇട്ടിട്ട് അതിൻ്റെ പുറത്തിരുന്നിട്ടാണ് ഇങ്ങനെ അരിയുക. നല്ല രസമാണ് അച്ഛൻ അരിയുന്ന കാണാൻ തന്നെ. ഇതൊക്കെ ഓരോ ഓർമ്മകളാണ് ഓണത്തിൻ്റെയൊക്കെ. അപ്പം അച്ഛൻ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് അരിയുമായിരുന്നു. അച്ഛൻ അരിയുന്ന പോലെ ഒന്നും നന്നായിട്ട് ഞാൻ അരിയത്തില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ നല്ല രീതിയിൽ അരിയാൻ വേണ്ടിയിട്ട് നോക്കാം. നമ്മളിപ്പോൾ അവിയലിനുള്ള എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനിയിപ്പോൾ നാളെ ചെയ്താൽ മതി. അപ്പോൾ ഈ കണ്ടെയ്നർ ഞാൻ അടച്ചിട്ട് ഇനി ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാൻ പോകണം. ഇനി അടുത്ത സാമ്പാർ വേണം. സാമ്പാറും പിന്നെ ഞാൻ തോരന് വേണ്ടിയിട്ട് ക്യാബേജാണ് എടുത്തേക്കുന്നത്. ഒരു ചെറിയ ക്യാബേജാണ്. ഇനി ഈ ക്യാബേജ് അരിയണം, പിന്നെ സാമ്പാർ അരിയണം, പിന്നെ ഞാൻ ഓലിന് ഉണ്ടാക്കുന്നുണ്ട്. അതായത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓലിന് വേണ്ടിയിട്ടുള്ളതും അരിയണം. അപ്പോൾ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയാണ് ഞാൻ സാമ്പാറിന് ഇടാറുള്ളത്. ഉള്ളി അരിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കുറേ ഉണ്ട്, അടയൊന്നും അറിയത്തില്ല. ഇപ്പം ഈ തക്കാളി ഞാൻ ഇപ്പോൾ അരിയുന്നില്ല, നാളെ അരിഞ്ഞ് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളുമായി ഇനി ഇത് നമ്മൾക്ക് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു കാളൻ വെക്കുന്നുണ്ട് ഞാൻ.
കാളൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പുളിശ്ശേരിയുടെ ഒക്കെ പോലത്തെ തന്നെ സംഭവമാണ്. അപ്പം അത് ഞാനൊരു പൈനാപ്പിൾ വെച്ചിട്ടാണ് കാളൻ വെക്കുന്നത്. നല്ല കട്ടിയായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ നല്ല കട്ടിയായിട്ടുള്ള തൈര് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കാളൻ ഉണ്ടാക്കുന്നുണ്ട്. കാളനുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ പൂക്കളം ഒരുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന പൂക്കളെല്ലാം എടുത്തിട്ട് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് ഓരോ പൂക്കളും എല്ലാം കൂടെ കുഴഞ്ഞെടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് അടുക്കി വെക്കാൻ പോവാണ്. ഇനി ബമ്പൂനെയും വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പൂക്കളം ഇടാൻ പോകുന്നത്. ആദ്യം ബമ്പു ഉറങ്ങിക്കഴിഞ്ഞിട്ട് പൂക്കളം ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവൾ ഉറങ്ങുന്നില്ല എന്ത് ചെയ്തിട്ട്. അപ്പോൾ അവളെയും കൂടെ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പൂക്കളം ഇടാൻ പോകുന്നത്. എന്താവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. വെരി ഗുഡ്. ബമ്പു എങ്ങനെ പൂവിടുന്നേ? അങ്ങനെ ഇടുവല്ല നമ്മള്. എങ്ങനെയാ നമ്മള് പൂവിടുന്നേ? ഇന്ന് തിരുവോണമാണ്. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റായിരുന്നു. ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഒത്തിരി വൈകിയായിരുന്നല്ലോ. നമ്മൾ പൂക്കളൊക്കെ ഇട്ടിട്ട് നമ്മുടെ പൂക്കളൊക്കെ ഇവിടെ ഉണ്ട്. ബമ്പു ആണെങ്കിൽ പുതിയ പട്ടുപാവാട ബ്ലൗസൊക്കെ ഇട്ട് സുന്ദരിക്കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഏകദേശം മാച്ചിങ് ആയിട്ട് ഡ്രസ്സ് ഇടാൻ നോക്കിയതാണ്. എൻ്റെ കയ്യിൽ സാരി ഒന്നും ഇല്ലായിരുന്നു. ഞാൻ സാരിയൊക്കെ നാട്ടി വെച്ചിട്ടാണ് പോകുന്നത്. ഒറ്റ സാരി എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ ഇന്ന് ബമ്പുനും എനിക്ക് ഏകദേശം കളർ മാച്ചായിട്ട് ഒരു ഡ്രസ്സ്, ഒരു കുർത്ത പോലെ എടുത്തതാണിത്. അപ്പം ഇനിയിപ്പം എൻ്റെ ഓൾമോസ്റ്റ് അടുക്കളയിലെ പണികളെല്ലാം തീർന്നു. സദ്യയുടെ എല്ലാ കറികളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പായസം കൂടെ ഉണ്ടാക്കിയാൽ മതി. പായസം ഞാൻ ഇൻസ്റ്റൻറ്റ് പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് വലിയ പായസം ഒന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ല. അപ്പം പാലട പായസം കൂടെ എനിക്ക് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇപ്പോൾ ബമ്പു ഇപ്പോൾ കുറച്ച് മുമ്പാണ് എഴുന്നേറ്റ് വന്നത്. എന്നിട്ട് അവളെ കുളിപ്പിച്ചു, പട്ടുകടയൊക്കെ ഇട്ട് അതോടെ നല്ലൊരു ഉറക്കക്ഷീണം ഉണ്ട് അവളുടെ മുഖത്ത്. പിന്നെ ഈ പൂക്കളം എല്ലാം ഇടുന്നതും ഇത്രയും സദ്യയൊക്കെ ഉണ്ടാക്കിയത് ഈ ഒരു ഇതിൻ്റെ സമയത്തും ഉണ്ടാക്കി എന്താണെന്ന് വെച്ചാൽ ബമ്പുവിനൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. കാരണം നമുക്കൊക്കെ നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഓണത്തിന് പൂക്കളം ഇട്ടതും സദ്യ ഉണ്ടതും ഊഞ്ഞാലാടിയതും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടാവും. അതൊരു ഓർമ്മയായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇന്നലെയൊക്കെ ഞാനും പൂക്കളിട്ട സമയത്താണേലും പിന്നെ ആലോചിച്ചു പഴയ കാര്യങ്ങളൊക്കെ, ഇങ്ങനെ അച്ഛൻ്റെ കൂടെയൊക്കെ ഇരുന്ന് പൂക്കളിട്ട കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചല്ലോ. അപ്പം അതുപോലെ ഇപ്പം ഇവിടെ ആയതുകൊണ്ട് ഇവർക്ക് നാട്ടിലത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെയാണെങ്കിൽ പിന്നെ കുറച്ച് അവസരങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം പൂക്കളൊക്കെ കാണാം. ഇത് ഇച്ചിരി പാടല്ലേ, ഇവിടെ പൂക്കളം ഒന്നുമില്ല. അപ്പൊ ബമ്പുവിന് സന്തോഷത്തിന് വേണ്ടി അവളും പൂക്കളം ഒക്കെ എന്താണ് അല്ലെങ്കിൽ ഓണം എന്താണ് എന്നൊക്കെ കണ്ട് വളരട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ പൂക്കളൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് ഇട്ടേക്കുന്നത്. പൂക്കളം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇന്നലെ പൂക്കളം ഇട്ടതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പൂക്കളം. പൂ മേടിച്ചാണ്, അല്ലാണ്ട് ഇവിടെ ഇപ്പൊ നമുക്ക് പറിച്ചിടാൻ പൂവൊന്നുമില്ല. മുറ്റത്തും പൂക്കൾ ഇടാൻ പറ്റില്ല, മുറ്റമില്ല, ഒന്നുമില്ല. അപ്പൊ നമ്മൾ വീടിന്റെ അകത്ത് തന്നെയാണ് പൂക്കൾ ഇട്ടേക്കുന്നത്. ഇത് എത്ര നേരം നിൽക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. കാരണം ബമ്പുവിനെ ഇപ്പൊ ഇറക്കി വിട്ടാൽ ഇതെല്ലാം ഇവിടെ കൊളാക്കി തരും. ബമ്പു നല്ല ഉറക്കക്ഷീണമായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ കറികൾ, ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ സദ്യയുടെ കറികളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്നും ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ അതിൻ്റെയൊക്കെ ഓരോ ചെറിയ ചെറിയ പാർട്സ് ഒക്കെ കാണിച്ചു തരാം. ഓക്കെ, പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സദ്യ കഴിക്കാൻ റെഡി ആയിരിക്കുകയാണ്. അനീഷേട്ടനാണ് കേട്ടോ ക്യാമറ എടുത്തോണ്ടിരിക്കുന്നത്. എന്താ അനീഷേട്ടനെ കാണിച്ചിട്ടേ ഇല്ല. സദ്യ വിടുമ്പോഴെങ്കിലും അനീഷേട്ടനെ കാണിക്കാം. അനീഷേട്ടൻ അങ്ങനെ ക്യാമറയുടെ മുമ്പിലൊന്നും വരുന്നില്ല. ഈ ഒരു പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഈ സദ്യ ഉണ്ടാക്കലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കുറേ കറികളൊക്കെ
ഉണ്ടാക്കിയിട്ടുണ്ട്. ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി, ഓലൻ ഉണ്ടാക്കി, തോരൻ ഉണ്ടാക്കി, സാമ്പാർ, അവിയൽ, കാളൻ, അങ്ങനെ പറ്റാവുന്ന കറികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊരു സന്തോഷമാണ്. നമുക്ക് പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് മാത്രം അങ്ങനെ ഒരു സന്തോഷം കിട്ടില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഉണ്ടാക്കിയത്. പക്ഷെ പായസം ഞാൻ അത്ര വലിയ പായസം ഉണ്ടാക്കാൻ അറിയുന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാലട മിക്സ് മേടിച്ചിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 45 മിനിറ്റ് എങ്ങാണ്ടാണ് ഇതിന് സമയം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ ഇനി സദ്യ ഉണ്ടാവും. അപ്പോൾ സദ്യ ഉണ്ടാക്കൽ മാത്രമാണ് ഞാൻ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, അനീഷേട്ടനാണ് സദ്യക്ക് വിളമ്പാനൊക്കെ ഇരിക്കുന്നത്. ഇലയിടുന്നതും എല്ലാം വിളമ്പുന്നതെല്ലാം അനീഷേട്ടനാണ്. അത് അനീഷേട്ടൻ തന്നെ ചെയ്തോളും. ഓരോന്ന് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ബമ്പുവിനെ സദ്യ ഉണ്ടാൻ ഞങ്ങളുടെ കൂടെ ഇരുത്തിയിട്ടുണ്ട്. അവൾ പപ്പടം മാത്രമാണ് കഴിക്കുകയുള്ളൂ. സദ്യ ഉണ്ടാൻ ഇരുത്തിയാൽ പപ്പടം മാത്രം, നമ്മളെല്ലാ കറികളും വിളമ്പി കൊടുക്കുമെങ്കിലും പപ്പടം മാത്രമേ അവൾ കഴിക്കുകയുള്ളൂ. വെറുതെ ഒരു രസത്തിന് ആ പട്ടവടയൊക്കെ ഇട്ട് ഇരുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഓണം. ചെറിയൊരു നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ നമ്മൾ ഓണം ആഘോഷിച്ചു. ഇനിയിപ്പം ഇന്നലെ മുതൽ നല്ല അധ്വാനമായിരുന്നുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. നമ്മൾ സദ്യയൊക്കെ കഴിച്ച് നല്ല വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ബമ്പു എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുമെങ്കിൽ ഞാനും കിടന്ന് ഉറങ്ങാൻ പോവാണ് കുറച്ച് നേരം. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതോടെ ഇന്നത്തെ ഞാൻ ഈ ഓണം വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.